വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്പം ആമുഖമായി പറയേണ്ടതുണ്ട് ജനാധിപത്യത്തെക്കുറിച്ച്. നമുക്കറിയാം, ജനാധിപത്യം എന്നത് ഒരു ആധുനിക സങ്കല്പനമാണ്. അത് ലോകത്ത് പല രാജ്യങ്ങളിൽ ഇപ്പോഴും പരീക്ഷണാർത്ഥം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു രാജ്യത്തും പൂർണ്ണമായ നിലയിൽ നമ്മൾ വിഭാവന ചെയ്യുന്ന രീതിയിൽ ഒരു ജനാധിപത്യം നാളിതുവരെ ആയിട്ടില്ല, അമേരിക്ക ഉൾപ്പെടെ. സ്കാൻഡിനേവിയൻ കൺട്രികളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായ ജനാധിപത്യം നടപ്പിലാക്കിയ രാജ്യങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. മറ്റ് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വളരെയധികം ജനാധിപത്യ പ്രക്രിയകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പല ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് സാധിച്ച രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. എങ്കിലും അവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ജനാധിപത്യം അവിടെയും എത്തിയെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രധാന കാര്യം, ശരിക്കും ജനാധിപത്യം നമുക്കതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു 240-250 വർഷത്തിനകത്തേ ഉള്ളൂ. അപ്പോൾ ഇത് മനുഷ്യ ചരിത്രവുമായി അതിൻ്റെ ദീർഘമായ മനുഷ്യ ചരിത്രത്തിലെ പരിണാമത്തിനെ, മനുഷ്യൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക പരിണാമം കണക്കിലെടുക്കുമ്പോൾ താരതമ്യേന ചെറിയൊരു കാലയളവാണ് ഈ 240 വർഷം എന്ന് പറയുന്നത്. ഇതിനകത്ത് ജനാധിപത്യ പരീക്ഷണങ്ങളെന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള പല ചരിത്ര സംഭവങ്ങൾ, അത് ബ്രിട്ടീഷ് റവല്യൂഷനാണെങ്കിലും ഫ്രഞ്ച് റവല്യൂഷനാണെങ്കിലും അമേരിക്കൻ റവല്യൂഷനാണെങ്കിലും ഇതെല്ലാം തന്നെ ആധുനിക കാലത്ത് ഉള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിനു മുൻപ് BC തന്നെ നടന്നിട്ടുള്ള പല ചെറുതും വലുതുമായിട്ടുള്ള വിപ്ലവങ്ങളെന്ന് വേണമെങ്കിൽ നമുക്കതിനെ സൂചിപ്പിക്കാം. അവയുടെ എല്ലാം കൂടെ ആകെത്തുകയായി മനുഷ്യരാശിക്ക് ലഭിച്ച ആ അനുഭവ സമ്പത്താണ് ഈ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്കൊരു പക്ഷേ സ്വപ്നം കാണാനെങ്കിലും അങ്ങനെ ഒരു തിയറിയെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയും സാധ്യമാണ്. അപ്പം ഇത് ശരിക്കും കൊണ്ടുവന്നത്, അതിൻ്റെ ഒരു പശ്ചാത്തലം വളരെ പ്രധാനമായതുകൊണ്ട് ഞാൻ 2 വാക്കുകൂടെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം മുമ്പോട്ട് പോകാം. നവോത്ഥാനം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് അവിടെ നിന്നും മുമ്പോട്ട് പോയി ജ്ഞാനോദയം. അതും കഴിഞ്ഞിട്ടാണ് ശരിക്കും ആധുനികത സാഹിത്യത്തിലും കലയിലും മനുഷ്യജീവിതത്തിലും ഒക്കെ പടർന്ന് പന്തലിച്ച് ആ കാലം വളരെയധികം ഇൻ്റലക്ച്വൽ ടർമോയിൽ നടന്നിട്ടുണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നും തന്നെ അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നില്ല. ഏഷ്യൻ രാജ്യങ്ങൾ താരതമ്യേന അത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിരുന്നില്ല എന്നുള്ളതും നമ്മുടെ ഇന്നത്തെ ജനാധിപത്യ ആ പ്രക്രിയയിൽ പിന്നിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം കൂടിയാണ്. 1600 ഗലീലിയോയുടെ ടെലിസ്കോപ്പിൻ്റെ കണ്ടെത്തൽ അന്ന് മുതൽ, അതൊരു തീർച്ചയായിട്ടും അവിടെ മുതൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അങ്ങോട്ട് വരുന്നു. ടെക്നോളജി വളരെ ഒരു മുൻകൈ എടുക്കുന്നു. ഫിലോസഫിയേക്കാൾ കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു എന്താണ് കുതിച്ചുചാട്ടം നടത്തുന്നു. ഫിലോസഫി തള്ളപ്പെടുന്നു. ഫിലോസഫി അവിടെ അതുവരെ ചെയ്തിരുന്നത് മനുഷ്യൻ്റെ അതുവരെയുള്ള എല്ലാ അറിവുകളുടെയും ആകെത്തുകയായി അതിലൂടെ കാച്ചിക്കുറുക്കിയെടുക്കുന്ന ജീവിതത്തിന് വേണ്ടുന്ന മൂല്യങ്ങളുടെ ആകെത്തുക എന്ന നിലയിൽ നമുക്ക് ഫിലോസഫിയെ കാണാം. പക്ഷേ എന്തുകൊണ്ടോ വളരെ പ്രധാനപ്പെട്ട 2 ശാഖകളായിരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഫിലോസഫിയുടെ വളർച്ചയും ഏതാണ്ട് പാരലലി നടക്കുമ്പം തന്നെ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരർത്ഥത്തിൽ ഫിലോസഫിയെ പുറകോട്ട് തള്ളി. അത് വളരെ ഒച്ചയിഴയുന്ന സ്പീഡിൽ നിന്ന് പോകുമ്പോൾ മറ്റേത് വളരെ വൻ വേഗതയിൽ മുമ്പോട്ട് പോവുകയും മനുഷ്യൻ്റെ നന്മയെക്കുറിച്ചുള്ള കൂട്ടായ ജീവിതത്തിന് വേണ്ടുന്ന മൂല്യങ്ങളുടെ ഉൽപ്പാദനമാണ് ശരിക്കും ഈ ഫിലോസഫികൾ നടത്തിയിരുന്നത്.
എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വലിയ പ്രശ്നമല്ല. പക്ഷേ ഞാൻ 2 ആൾ വരുമ്പോൾ അവിടെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് പ്രശ്നമാണ്, എൻ്റെ വിഭവങ്ങൾക്ക് പ്രശ്നമാണ്, എൻ്റെ ഭക്ഷണം കൂടെ ആളെടുക്കും. 3 ആളാകുന്നുണ്ടെങ്കിൽ അതുകൂടെ പ്രശ്നമാണ്. അത് 30 ആകുമ്പോൾ 300 ആകുമ്പോൾ 3000 ആകുമ്പോൾ 3 കോടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റുകൾ വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ വിഭവങ്ങളും ഒപ്പം സ്വാതന്ത്ര്യവും അധികാരവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. ഇതിനെ വിഭജിക്കേണ്ടി വരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ കഴിയുന്നതേ അല്ല. ഈ വരുന്ന കോൺഫ്ലിക്റ്റുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ ഡീൽ ചെയ്യും എന്ന് ലോകത്തുള്ള എല്ലാ ഫിലോസഫേഴ്സും പല രീതിയിൽ അവരുടേതായ ലൈൻ ഓഫ് തോട്ടിൽ അവർ ശ്രമിച്ചു. അതിലൂടെ കണ്ടെത്തിയ പല കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, that there is an element of sacrifice in that. If you want to coexist, ഒന്നായി കൂട്ടായി ജീവിക്കണമെങ്കിൽ അവിടെ ഒരു എലമെൻറ്റ് ഓഫ് സാക്രിഫൈസ് ആ ഓരോ ഇൻഡിവിജ്വലിനും വേണം. എനിക്കെല്ലാം നേടിയെടുത്തതിന് ശേഷം എൻ്റെ അടുത്ത ആളോട് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിരിക്കുക അസാധ്യമാണ്. അപ്പോൾ ഏതാണ്ട് മേജർ സ്ട്രീംസ് ഓഫ് ഫിലോസഫേഴ്സ് ലോകത്തൊട്ടാകെയുള്ളത് അവർ കൊണ്ടുവന്ന അവരുടെ ഫിലോസഫിയിലുള്ള ഒരു മേജർ എലമെൻറ്റ് ഇതാണ്, ദാറ്റ് എലമെൻറ്റ് ഓഫ് സാക്രിഫൈസ്. അത് സോക്രട്ടീസ് ആണെങ്കിലും അതിനുശേഷം ഇങ്ങോട്ട് വന്നിരുന്ന വോൾട്ടയർ ആണെങ്കിലും റൂസോ ആണെങ്കിലും ഈവൻ ഇന്ത്യൻ ഫിലോസഫേഴ്സിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മെജോറിറ്റിയുടെയും ഈ ഒരു സ്ട്രീം ഇതായിരുന്നു, ദാറ്റ് എലമെൻറ്റ് ഓഫ് സാക്രിഫൈസ്. എവരി ഇൻഡിവിജ്വൽ ഹാസ് ടു അണ്ടർഗോ ദിസ് സാക്രിഫൈസ്, ദെൻ ഓൺലി കോ എക്സിസ്റ്റൻസ് ഈസ് പോസിബിൾ. കൂട്ടായ ജീവിതം എങ്കിൽ മാത്രമേ സാധ്യമാകൂ. അപ്പോൾ കൂട്ടായ ജീവിതത്തിന് വേണ്ടുന്ന മൂല്യങ്ങൾ നമുക്ക് പ്രകൃതിയുടെ പരിണാമത്തിലൂടെ കിട്ടിയിട്ടില്ല. പ്രകൃതി പരിണാമം നമ്മളൊന്ന് പുറകോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. അപ്പോൾ പ്രകൃതി ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ റൂത്ത്ലെസ് ആൻഡ് ബ്രൂട്ടലാണ്. ഇതിനെക്കുറിച്ച് BBC-യും മറ്റും പാശ്ചാത്യ നാടുകളിൽ ധാരാളം ഡോക്യുമെൻ്ററികൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതക്രമങ്ങളിലോ ജീവിത പരിസരങ്ങളിലോ ഒന്നും ഇത്തരം ഡോക്യുമെൻ്ററികളോ ഇത്തരം കാര്യങ്ങളോ ഒരു ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ ഒരു നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമേ അല്ല. സ്കൂളും കോളേജും പോയിട്ട് വീട്ടിൽ തീരെയില്ല, പിന്നെയുള്ളത് സ്കൂളും കോളേജുകളാണ്, അവിടെ തീരെയില്ല. അത്തരത്തിൽ ടോട്ടലി നമ്മുടെ ഒരു ചരിത്രപരമായി കിട്ടേണ്ടുന്ന ഒരു പരിപ്രേക്ഷ്യം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്ത്യയും അല്ലെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും അല്ലെ ഏഷ്യൻ രാജ്യങ്ങൾ ലാർജ്ലി അങ്ങനെയാണ്. അക്കാരണം കൊണ്ട് നമുക്കൊരു ഒരു 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 ബാലൻസ്ഡ് ആയിട്ടുള്ള മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഒരു കൂട്ടായി ജീവിക്കാൻ വേണ്ടുന്ന മൂല്യങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇന്നും ഉള്ള ഏറ്റവും വലിയ ഭീഷണി. അത് മുൻപും അങ്ങനെയായിരുന്നു, നെഹ്റുവിന് മുൻപും അങ്ങനെയായിരുന്നു, നെഹ്റുവിൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു. ഞാൻ അതിലേക്കുള്ള ചില സംഭവങ്ങളിലേക്ക് വരാം. അതിനുശേഷവും ഇതങ്ങനെ തന്നെയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഫിലിം കാണാനിടയായി ഭാരത് ഭവനിലെ. പ്രത്യേകിച്ച് നവോത്ഥാനം എനിക്കൊരു എന്നെ കൂടുതൽ മത്തുപിടിപ്പിക്കുന്ന ഒരു ഏരിയയാണ് എൻ്റെ അറിവിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ. അവിടെ അത് കണ്ടത് ദ നെയിം ഓഫ് ദ റോസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിലിമാണ്. ഇംഗ്ലീഷ് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തീം BC-യിൽ സോക്രട്ടീസിൻ്റെ കാലത്ത്, പ്ലേറ്റോയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ക്ലാസിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട് ഫിലോസഫിയിൽ. അവിടെ നിന്നും ആ പുസ്തകങ്ങളും ആ നോളജും റോം ഗ്രീസിനെ കീഴടക്കിയപ്പോൾ അവിടെ നിന്നും ആ വിജ്ഞാന ശേഖരങ്ങൾ മുഴുവൻ റോമിലേക്ക് വന്നു. അപ്പോൾ ഈ ഫിലിമിൻ്റെ തീം, ഞാൻ ഫിലിം ഡയറക്ടറുടെ പേര് ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി അവരത് പറയാൻ ഉദ്ദേശിച്ചത്, അതിലൂടെ വന്ന ഈ കൂട്ടായ ജീവിതത്തിന് വേണ്ടുന്ന മൂല്യങ്ങൾ അടങ്ങിയിരുന്ന പുസ്തകങ്ങളെല്ലാം അവിടുത്തെ ചർച്ചിൻ്റെ അധികാരികൾ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വലിയ ലൈബ്രറിയാണ്. അതിൽ നിന്നും ഈ ബുക്കുകളെല്ലാം മാറ്റുന്നു. അപ്പോൾ എന്തിനാണ് അത് മാറ്റുന്നതല്ല, അതിൻ്റെ ആ ചർച്ചിൻ്റെ ടോപ്പ് അധികാരിയുടെ
അറിവോടും അനുവാദത്തോടും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇത് മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ വരുന്ന പ്രശ്നം, ദൈവരാജ്യം അല്ലെങ്കിൽ ദൈവം പറഞ്ഞു വച്ചിരുന്ന കാര്യങ്ങൾക്ക് അതുമായി കൂടിച്ചേർന്ന് പോകാതെ അതിൽ നിന്നും വ്യത്യസ്തമായി വിരുദ്ധമായി റോമിലെ പെസൻസിനെയും മറ്റും മനുഷ്യരായി കാണണം എന്ന സങ്കല്പം കൂടെ ഉൾപ്പെടുന്ന ബുക്കുകളാണ് ഗ്രീക്കിൽ നിന്നും വന്നത്. അതുകൊണ്ട് അവയെല്ലാം മാറ്റി വേറെ ഒരു പ്രത്യേക ഒരു നിലയിലേക്ക് മാറ്റി ആ ലൈബ്രറിയുടെ. അത് ആർക്കും അവിടേക്ക് എൻട്രി കൊടുത്തില്ല. ഒരു ത്രില്ലറാണത്, ഒരു ഫിലിം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ചരിത്രപരമായി അറിവിനെ നിഷേധിക്കാനുള്ള ശ്രമം ഇന്ത്യയിൽ മാത്രമോ അല്ല നടന്നിട്ടുള്ളത്, ലോകത്തെല്ലായിടത്തും തന്നെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് കോൺഫ്ലിക്റ്റായി നിന്നിരുന്നത് മുഴുവൻ നമ്മുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് ആ സമയത്ത് റോമ സാമ്രാജ്യവും ക്രിസ്ത്യൻഡും ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും ഈ ബ്രൂട്ടാലിറ്റിയിൽ നിന്നൊക്കെ അതിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും റൂസോയുടെയും വോൾട്ടോയറിൻ്റെയും മറ്റും ചരിത്രപരമായ ഇടപെടലുകളുടെ, അവരുടെ കലാപരവും ധിഷണാപരവും സാംസ്കാരികവുമായിട്ടുള്ള ഇടപെടലുകളുടെ പ്രസംഗങ്ങളിലൂടെ, എഴുത്തിലൂടെ, ചർച്ചയിലൂടെ മറ്റും കുറച്ച് എൻലൈറ്റൻഡ് ആക്കപ്പെട്ട ആളുകളാണ് ഫ്രഞ്ച് റെവല്യൂഷൻ 1789 നമുക്കറിയാം നടന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു പശ്ചാത്തലമുണ്ട്. ഏതാണ്ട് ഇതിനോടടുത്ത് തന്നെയാണ്, അതിന് കുറച്ച് വർഷം മുമ്പാണ് 1778 തോന്നുന്നു നമ്മുടെ അമേരിക്കൻ റെവല്യൂഷൻ നടന്നത്. അവിടെ ശരിക്കും ഏതാണ്ട് ഇന്ത്യയുടെ സമാനമായ ഒരു കാര്യമാണ് അമേരിക്കയിൽ നടന്നത്. അമേരിക്ക ഡീൽ ചെയ്തിരുന്നത് ബ്ലാക്ക് സ്ലേവ്സിൻ്റെ ആ ഒരു ട്രേഡിനെയും അത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ബെനിഫിഷ്യറീസിന് അത്യാവശ്യമായതുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ട്രേഡേഴ്സിന് ഈ സ്ലേവ്സ് ഇല്ലാതെ അവരുടെ ട്രേഡ് നടക്കില്ല. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് വളരെ വേഗത്തിൽ കിട്ടുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു ആഫ്രിക്ക. അവിടെ നിന്നും അതിനെ എൻസ്ലേവ് ചെയ്തിട്ട് അവിടെ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പലയിടത്തും പല രീതിയിൽ വായിച്ചിട്ടുള്ളതാണ്. അവരുടെ ആ വളരെ തിക്തമായ അനുഭവങ്ങൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ അതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ അമേരിക്കയിൽ നിന്ന് തന്നെ ഉയർക്കൊണ്ട, അതിൽ ഈ പറഞ്ഞ വോൾട്ടയറിൻ്റെയും റൂസോയുടെയും ഒക്കെ തന്നെ ചിന്തകളും എഴുത്തുകളും ഒക്കെ അതിനാൽ സ്വാധീനിക്കപ്പെട്ട കുറേ ആൾക്കാരാണ് അമേരിക്കൻ റെവല്യൂഷനിൽ തന്നെ വന്നത്. നല്ല കോൺഫ്ലിക്റ്റ് ആയിരുന്നു, ചെറിയ രീതിയിലുള്ള ഒന്നും ആയിരുന്നില്ല. ആത്യന്തികമായിട്ട് അത് അവസാനം വന്ന് സിവിൽ വാറിൽ വന്ന് എത്തുകയും, സിവിൽ വാറിലെ ഗവൺമെൻറ് ഫോഴ്സ്, അതായത് USA-യുടെ ഗവൺമെൻറ് ഫോഴ്സുകൾ ഈ പറഞ്ഞ പ്രതിവിപ്ലവം നടത്തിയിരുന്ന വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരെ മുഴുവൻ കീഴടക്കുകയും അങ്ങനെ അമേരിക്കൻ സിവിൽ വാർ വിജയിക്കുകയും അതിൻ്റെ വില എബ്രഹാം ലിങ്കൺ സ്വന്തം ജീവൻ കൊണ്ട് കൊടുക്കേണ്ടി വരികയും ചെയ്തു. നമുക്കറിയാം ആ സംഭവം. ഏതാണ്ട് ഒരു സിമിലർ സിറ്റുവേഷനിലാണ് ഇന്ത്യ ആയിരുന്നു. നെഹ്റുവിന് മുൻപ് അങ്ങനെയായിരുന്നു, നെഹ്റുവിൻ്റെ ടൈമിലും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ ഞാനിവിടെ ഇത് പറയുമ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ത്യൻ ജനാധിപത്യം ഇവിടെ പാലും തേനും ഒഴുകുകയാണ് എന്ന് പറയാനല്ല ഞാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് അവർ കണ്ടംപററി ടൈം എന്നതാണ് എന്നൊരു ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങളെ ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ, പുള്ളിയുടെ ലോക ചരിത്രത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനം, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അതുകൂടാതെ ഏതാണ്ട് 100 വോളിയം ഉള്ള പുള്ളിയുടെ സെലക്റ്റഡ് വർക്ക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. മുൻപ് അത് ഇൻകംപ്ലീറ്റായി കിടന്നിരുന്നു. പുള്ളി മരിച്ചതിന് ശേഷം ഈ അടുത്ത സമയത്ത് 2019 ഡോക്ടർ മാധവൻ കെ പാലാട്ട് ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും വളരെ വേഗത്തിൽ 2022 അവസാനത്തോടു കൂടി ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 100 വോളിയമുള്ള സെലക്റ്റഡ് വർക്ക്സ് ഓഫ് നെഹ്റു ഒരു വഴിക്ക് നമ്മുടെ മുമ്പിൽ നമുക്കത് പഠനത്തിന് വേണ്ടിയുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യയിൽ ടെലിവിഷനൊക്കെ വന്നത് വളരെ ലേറ്റാണെങ്കിലും
പാശ്ചാത്യ നാടുകൾ വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 1954 ഞാൻ എൻ്റെ സോഴ്സിലൂടെയാണ് റിവീൽ ചെയ്യുന്നതെന്നുള്ളൂ. തുടക്കത്തിൽ തന്നെ 1954 ബ്രിട്ടീഷ് BBC ഇൻ്റർവ്യൂവിൽ നെഹ്റു പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നെഹ്റുവിന് മുൻപുള്ള ഇന്ത്യയുടെ ഒരു ക്രോസ് സെക്ഷൻ നമുക്ക് തരും. അതുകൂടാതെ 1952 ജനറൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവുമായിരുന്നു ആ ഇൻ്റർവ്യൂ. അപ്പോൾ ഇന്ത്യൻ ഇലക്ഷൻ എന്താണ്, ഒരു ഡെമോക്രസിയിൽ എന്തായിരിക്കണം എന്നായിരുന്നു നെഹ്റുവിൻ്റെ സ്വപ്നം. അത് ഇന്ത്യയിലുണ്ടായിരുന്നോ, നടക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂവിലുണ്ടത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നമ്മുടെ ചരിത്രപരമായ പല വീക്ഷണങ്ങളും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞിരുന്ന ആ ഒരു കൂട്ടായ ജീവിതത്തിന് വേണ്ടി, കോ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള മൂല്യങ്ങളുടെ വളരെ വളരെ അത്യാവശ്യമുള്ള ഈ കാലത്ത് അത് സഹായിക്കും. കാരണം നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമാണ്. അത് ഇപ്പോൾ സ്കാറ്റേഡായി കിടക്കുകയാണ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള 100 കണക്കിന് വാട്സാപ്പ് ഗ്രൂപ്പുകളും യൂണിവേഴ്സിറ്റികളും വർക്ക് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റൈറ്റ് കൈൻഡ് ഓഫ് ചാനൽ ഏതാണ് എന്ന് പറയുക, ആര് പറഞ്ഞാലും ഒരു പക്ഷേ ആ ആളിൻ്റെ ഒരു താല്പര്യമോ ഒക്കെ അതിൽ ഉൾപ്പെടാം, രാഷ്ട്രീയപരമായിട്ടുള്ളതോ അല്ലാതെയോ ഒക്കെയുള്ള താല്പര്യം അതിൽപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വതന്ത്ര ചിന്തകരെന്ന നിലയിൽ നെഹ്റുവിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടേതായ ഒരു അന്വേഷണ പാത തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആ തിരഞ്ഞെടുക്കുന്നതിൽ സഹായിക്കും എന്നൊരു സജഷൻ മാത്രമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 1954 നെഹ്റുവിൻ്റെ BBC ഇൻ്റർവ്യൂ ഉണ്ട്, 1964 നെഹ്റുവിൻ്റെ TV ഇൻ്റർവ്യൂ ഉണ്ട്. വ്യത്യാസം 1964 അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനോട് കൂടിയുള്ള ഇൻ്റർവ്യൂ ആണ്. ഇത് രണ്ടും കൂടെ ഒരേ സമയത്ത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം എഡിറ്റിംഗ് ഉണ്ട്, എത്രമാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വെസ്റ്റേൺ റിനേസൻസിൻ്റെയും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു പ്രത്യേകത അവർ വളരെ ക്രിട്ടിക്കലായിരുന്നു. ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ശരിക്കും ഇത് ഗ്രീക്ക് ക്ലാസിക്കിൽ നിന്നും വന്നതാണ്. റോം ഗ്രീസിനെ, ഏതൻസിനെ കീഴടക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു നോളജിൻ്റെ മുഴുവൻ ഒരു ടോട്ടാലിറ്റി ഉണ്ട്. ആ ബുക്സുകൾ മാത്രമല്ല, അവിടുത്തെ ഒരു കൾച്ചറുണ്ട്. അപ്പോൾ അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു പ്രധാന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈവൻ വിത്തിൻ ദ പാപ്പസി, റോമിലെ പോപ്പിൻ്റെ ചർച്ചകളിൽ തന്നെ, അതിൽ തന്നെ ഓരോ നടപടികൾ നടക്കുമ്പോഴും അതിനെ ഒരു വിമർശനപരമായിട്ടുണ്ട്. അതായത് കേൾക്കുന്ന കാര്യത്തിനെ അതേ രീതിയിൽ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നില്ല, ഫെയ്ത്ത് ആയിരുന്നില്ല അവിടെ, മറിച്ച് ഒരു ഡൗട്ട്. ഇതിനെ രണ്ടിനെയോടെ കോൺട്രാസ്റ്റ് ചെയ്യാം. അതിന് എലമെൻറ്റ് ഓഫ് ഡൗട്ട് വെച്ചുകൊണ്ടായിരുന്നു റോമിൻ്റെ മുഴുവൻ ആ കാലഘട്ടത്തിലെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ഇതാണ് പ്ലസ് ഇറ്റലിയിലെ ട്രേഡേഴ്സ് ലോകം മുഴുവൻ പോയി, ലോകത്തിനെ മുഴുവൻ കൊള്ളയടിച്ച് സമ്പത്തെല്ലാം അവിടെ കൊണ്ടുപോയി. ആ സമ്പത്ത് മാത്രമല്ല അവിടെ എത്തിയത്, അതിൻ്റെ കൂട്ടത്തിൽ ലോകത്തുള്ള മുഴുവൻ നോളജും അവിടെ എത്തിയിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഈ റിനേസൻസിനുള്ള ഒരു മെറ്റീരിയൽ ഒരു സാഹചര്യം ഒരുങ്ങിയത് അവിടെ. അതുകൊണ്ട് തന്നെയാണ് അക്കാലത്തെ ട്രേഡേഴ്സും അല്ലെങ്കിൽ സഞ്ചാരികളായിരുന്ന ആളുകൾക്ക് തന്നെ ഒരർത്ഥത്തിൽ ഒരു ഫിലോസഫേഴ്സാണ്. കാരണം മിക്കവാറും എല്ലാ നോളജും അവർ എക്സ്പോസ്ഡ് ആണ്. ഡയറക്റ്റ് ഇന്ത്യ വരുന്നുണ്ടെങ്കിൽ ബുദ്ധനെ കാണുന്നു, ചൈനയിൽ പോകുമ്പോൾ കൺഫ്യൂഷ്യസിനെ കാണുന്നു. അതുപോലെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോകുമ്പോൾ കിട്ടുന്ന അത് നോളജിൻ്റെ ആ ഒരു ടോട്ടാലിറ്റി എല്ലാം, കടലിൽ എല്ലാ നദികളും പോയി കടലിൽ എല്ലാ മിനറൽസും ഒഴുക്കിക്കൊണ്ടിടുന്നത് പോലെ ലോകത്തിലെ എല്ലാ നോളജും ചെന്ന് ചേർന്നു ഇറ്റലിയിൽ. അതുകൊണ്ടാണ് അവിടെ നവോത്ഥാനം 14ാം നൂറ്റാണ്ടിൽ, ഞാൻ മുമ്പ് പറഞ്ഞ ആ ഫിലിമിൻ്റെ ആ ഒരു കാലയളവ് 1327 ഈ കാലഘട്ടം. അപ്പോൾ ഇതിൽ ഇനി മറ്റൊരു പ്രധാന കാര്യം, സാധാരണ നിലയിൽ അധികാരത്തിലിരിക്കുന്നവർ അവരുടെ ആ അധികാരത്തിൻ്റെ ബെനിഫിഷ്യറീസാണ്. അത് അങ്ങനെ കുടിച്ച് സുഖിച്ച് അങ്ങനെ മത്തടിച്ചിരിക്കാനാണ് താല്പര്യം. അതിലൊട്ടും തന്നെ കുറവുണ്ടാവാൻ എന്നുള്ളതാണ് അവരുടെ താല്പര്യം. പക്ഷേ ഈ അധികാരത്തിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന അപ്പുറത്തെ ആൾക്കാരുണ്ട്. അതിനെയാണ് നമ്മൾ മാർജിൻസ് എന്ന് പറയുന്നത്, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ.
നമ്മുടെ ഇന്ന് പുറകോട്ട് നോക്കുമ്പോൾ അതിൽ നമ്മുടെ ട്രാൻസ് എൻ്റയർ LGBT കമ്മ്യൂണിറ്റി വരുന്നു. അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ട്രാൻസ് ആയത്, ആക്സിഡൻറ്റ് ഓഫ് ബർത്ത്, ജസ്റ്റ് എ പോസിബിലിറ്റി. അതുപോലെ സ്ത്രീകൾ, അതുപോലെ ഇന്ത്യൻ കോണ്ടസ്റ്റിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തിലെ ചാതുർവർണ്ണയത്തിലെ ഈ 4 വിഭാഗങ്ങൾക്ക്, ബ്രാഹ്മണ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർക്ക് എന്തെങ്കിലുമൊക്കെ അധികാരവും വിഭവങ്ങൾക്കകത്തുള്ള ഒരു ആക്സസ്സും ഉണ്ട്. പക്ഷെ അതിനും അപ്പുറത്തുള്ള ആൾക്കാർ അവർ മനുഷ്യരേ അല്ല. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ട, അവർക്ക് ലാൻഡ് കൊടുക്കണ്ട, വിഭവങ്ങളൊന്നും കൊടുക്കണ്ട, നോളജൊന്നും കൊടുക്കണ്ട, അധികാരമൊന്നും കൊടുക്കണ്ട. ആൾമോസ്റ്റ് സിമിലർ ടു സ്ലേവറി നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ US കോണ്ടസ്റ്റിലെ പോലെ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ ഏതാണ്ട് ഒരു 80-90% ഇടയിലാണ് ഈ പറഞ്ഞ ചാതുർവർണ്ണയത്തിൻ്റെ പുറത്തുള്ള ആൾക്കാരും. ചാതുർവർണ്ണയത്തിനകത്ത് തന്നെ ശൂദ്രരെന്ന് പറഞ്ഞ് അവർക്ക് നോളജ് നിഷേധിക്കുകയായിരുന്നല്ലോ. നമുക്ക് അറിയാം, മനുസ്മൃതിയിലും മറ്റും പറഞ്ഞിരിക്കുന്നത്, അതായത് വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും 2 കാര്യമാണ് പ്രധാനമായിട്ട് ജീവന് വേണ്ടുന്ന എല്ലാ ഉപാധികളും ഒരുക്കുന്നത്. ഒന്ന് നോളജ്, അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസം. 2 വിഭവങ്ങളുടെ മേലെയുള്ള കൺട്രോൾ, പ്രകൃതി വിഭവങ്ങളുടെ. ഇത് 2 നിഷേധിക്കപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. ഇത്തരത്തിൽ സ്ത്രീകൾ, LGBT, പിന്നെ ഈ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ വിക്ടിംസ് ആയിരിക്കുന്നവർ എല്ലാം കൂടി വരുമ്പോൾ ഏതാണ്ട് ഒരു മിനിമം 80% വരുന്നു. ഒരു മാക്സിമം പോകുമ്പം 90% വരും. ഇതായിരുന്നു അവസ്ഥ. ഇതാണ് നെഹ്റുവിന് മുൻപുള്ള ഇന്ത്യൻ ജനാധിപത്യം. നമ്മളതിനെ ജനാധിപത്യമെന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആധുനികത കൊണ്ടുവന്ന കൺസെപ്റ്റായ ജനാധിപത്യത്തിൻ്റെ ആധുനിക വീക്ഷണത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് ജനാധിപത്യമേ അല്ലായിരുന്നു. ഇത് തന്നെയാണ് അംബേദ്കർ 1931 1-ാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ പറഞ്ഞത്. നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ ഇന്ത്യ വിൽ ബി റൂൾഡ് ബൈ ആൻ ഒലിഗാർക്കി. 90% ഓഫ് ദ പീപ്പിൾ വിൽ ബി ഒപ്രസ്ഡ്. സോ ഇന്ത്യ ഒരു ചെറിയ രാജ്യമല്ലല്ലോ. ഇന്നെന്നറിയാം 148 കോടി എന്ന അന്ന് തന്നെ ഏതാണ്ട് 70 കോടി സംതിങ് ആയിരുന്നു തോന്നുന്നു. അത് 1930. അപ്പോൾ ചെറിയ പോപ്പുലേഷൻ അല്ല. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 1/4 അന്ന് വരുന്നു. ഏതാണ്ട് ഇപ്പോഴും അടുത്തൊക്കെ വരുന്നു. അപ്പോൾ ഇത്രമാത്രം ജനസംഖ്യയ്ക്ക് നീതി നിഷേധിച്ചു കൊണ്ടുപോകുന്നൊരു കാര്യം എന്ത് ജനാധിപത്യമാണ്, എന്ത് ആധുനികതയാണ്. അതിനേക്കാൾ നല്ലത് നമ്മൾ മൃഗങ്ങളായിക്കൊണ്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഏത് നിമിഷവും ഒരു വലിയ ജീവിക്കും ഏത് നിമിഷം വിഴുങ്ങാം. അതല്ലേ നല്ലത്. അപ്പോൾ അതൊരിക്കലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ആധുനികത മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനമായ കാര്യം. ഈ ആധുനികതയുടെ കൺസെപ്റ്റുകളെ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടാണ് ഗാന്ധിയാണെങ്കിലും പട്ടേലാണെങ്കിലും നെഹ്റു ആണെങ്കിലും അംബേദ്കർ ആണെങ്കിലും എല്ലാം ഇന്ത്യയിലേക്ക് വരുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം. അതിൽ ഗാന്ധിക്ക് മാത്രം ഒരു പ്രത്യേക കാര്യത്തിൽ അല്പം വിയോജിപ്പുണ്ടായിരുന്നു. അത് വേറെ ഒരു കാര്യം, നമ്മുടെ മോഡേൺ സയൻസിന് ഉണ്ടാക്കിയ ദോഷങ്ങളുടെ കാര്യത്തെക്കുറിച്ചുള്ളതാണ്. അത് വേറെ വിഷയമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുന്നത്. സഞ്ചാരികളിലൂടെ വാസ്കോ ഡി ഗാമ 1498 കേരളത്തിലെത്തി. 2400 ആയപ്പോഴേക്കും നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ ഏതാണ്ട് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പാശ്ചാത്യ നാടുകളിൽ, ഇറ്റലിയിലും ഫ്രാൻസിലും UK യിലും അമേരിക്കയിലും സ്കാൻഡിനേവിയൻ എല്ലാ രാജ്യങ്ങളിലും. കാരണം അവർ തമ്മിലുള്ള കണക്ഷൻ വളരെ എളുപ്പമാണ്. ആ ഒരു കൺസെപ്റ്റുകൾ ലഭ്യമായ സ്ഥലങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ താരതമ്യേന പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങൾ വരികയും വിദ്യാഭ്യാസം മുമ്പോട്ട് പോവുകയും മറ്റ് പല രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങളുണ്ടാവുകയും കേരളം അതിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഒരു വഴിയിൽ മുൻപന്തിയിലെന്ന് പറയുമ്പോൾ വേറെ ഒരു വഴിയിൽ നമ്മൾ പിൻപന്തിയിൽ നിന്ന് പറയേണ്ടി വരുന്നത് അത് വേറൊരു ഒരു ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അത് വേറൊരു കാര്യം.
എങ്കിലും ചരിത്രപരമായി ഈ രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിലോട്ടുള്ള ഒരു 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 പരിണാമം, ഇത് നമ്മുടെ മനുഷ്യൻ്റെ സാംസ്കാരിക പരിണാമത്തിൻ്റെ ഭാഗമാണ് ഈ പൊളിറ്റിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇവല്യൂഷൻ അല്ല. നാച്ചുറൽ ഇവല്യൂഷൻ നമ്മുടെ നേച്ചറിൽ നടക്കുന്നതാണ്. അതിനുശേഷം മനുഷ്യൻ്റെ ഉത്ഭവത്തിന് ശേഷം ഇവിടെ നമ്മൾ നടക്കുന്നത് കാരണം ടൂൾസ് ഉണ്ടാക്കുന്നു, സ്വന്തം ശരീരത്തിൽ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്വന്തം ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുകൊണ്ടാണ് മറ്റ് ജീവികളെല്ലാം പ്രകൃതിയിൽ അതിജീവിച്ചതെങ്കിൽ, അവരുടെ ഓഫ്സ്പ്രിങ്സിൻ്റെ എണ്ണം കൂട്ടിയതെങ്കിൽ, അതിജീവനം സാധ്യമാക്കിയതെങ്കിൽ, മനുഷ്യൻ അവൻ്റെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ആ പരിണാമ പ്രക്രിയ നിർത്തിക്കൊണ്ട് ചുറ്റുപാടിൽ വരുന്ന മാറ്റങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തിന് മാറ്റങ്ങൾ ആവശ്യമില്ലാതാക്കി. അങ്ങനെ ടൂൾസുകളിലൂടെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇപ്പം ചെമ്മരിയാട് അതിൻ്റെ രോമങ്ങളിലൂടെ കുപ്പായമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വെറ്റർ ധരിക്കുന്നു. അതിലൂടെ ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ അതിജീവിക്കുന്നു. അപ്പോൾ ഈ ഒരു മാറ്റം മനുഷ്യനുണ്ടാക്കുന്ന അവൻ്റെ അറിവിലൂടെ, അവൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുള്ള സ്കില്ലിലൂടെ കിട്ടിയ പുതിയ അറിവും സംസ്കാരവും അവൻ്റെ സാംസ്കാരിക പരിണാമത്തിലേക്ക് തിരിഞ്ഞു. അപ്പോൾ മനുഷ്യനിൽ വന്നപ്പോൾ ഇതൊരു സാംസ്കാരിക പരിണാമമാണ്. ഈ സാംസ്കാരിക പരിണാമത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് ജനാധിപത്യം, ഐഡിയൽ ജനാധിപത്യം. ഞാൻ ആദ്യം ഒരു സെൻറ്റൻസിൽ സൂചിപ്പിച്ചത്. അപ്പോൾ അതിലേക്കുള്ള ആ ഒരു പോക്കിൽ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും അവസാനം ഉള്ള നമ്മുടെ വീഡം റിപ്പോർട്ടിനകത്ത് നമുക്ക് ഉണ്ടാകും വളരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഓക്സ്ഫാം റിപ്പോർട്ടും നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം തന്നെ ഗൂഗിൾ കിട്ടുന്നതായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്താണ് അവസ്ഥ ഇന്ത്യയുടെ? ഏതാണ്ട് 1% ആൾക്കാർ വിഭവങ്ങളുടെ 60% കൈയടക്കി വച്ചിരിക്കുന്നു. ഓരോ വർഷവും ബില്യനേഴ്സിൻ്റെ എണ്ണം കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുന്നു മേലോട്ട്. മറുവഴിക്ക് ഒരു നേരത്തെ പോലും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, ഇപ്പോൾ ഈ മൻരേഗയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് സമയത്തൊക്കെ രക്ഷപ്പെട്ടിരുന്നു പലരും. അങ്ങനത്തെ അവസ്ഥ തികച്ചും മൃഗീയമായ മധ്യകാലത്തിന് മുൻപ്, നവോത്ഥാനത്തിന് മുമ്പ് എന്തായിരുന്നോ ആ അവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സോക്കാൾഡ് ഡെമോക്രസിയുടെ എല്ലാ തൂണുകളും അതിൽ പങ്കാളികളാണ്. അവരും അതാണ് ചെയ്തിരിക്കുന്നത്. ജുഡീഷ്യറി അതാണ് ചെയ്യുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ മുഴുവൻ മുമ്പ് പറഞ്ഞ ആ ഒരു മാർജിനലൈസേഷൻ പ്രോസസ്സുകളെ ഊട്ടിയുറപ്പിക്കുന്നതാണ്, കോൺക്രീറ്റൈസ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ മുഴുവൻ ഡിസിഷൻസും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ മൂന്ന് ദിവസം മുമ്പ് പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ, അതൊരു പ്രക്രിയയാണ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പാർലമെൻറ്റേറിയൻസിന് അവകാശപ്പെട്ടതാണ്. അതിൽ OBCയുടെ കമ്മിറ്റിയാണിത്. അപ്പോൾ അതിൽ ഒരു ക്രീമി ലെയറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് 3 ദിവസം മുമ്പ് വന്ന ആയതുകൊണ്ടാണ്, അത് ഈ കോണ്ടസ്റ്റിൽ വളരെ റിലവൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ അതിൽ നമ്മുടെ ഒരു 2, 3, 4 വർഷം ഇരിക്കുമ്പോൾ ഇൻഫ്ലേഷൻ്റെയും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ക്രീമി ലെയറിൻ്റെ ആ ഒരു ലിമിറ്റിനെ പുതുക്കി നിശ്ചയിക്കുന്ന ഒരു കാര്യം എല്ലാ ഗവൺമെൻറ്റിലും അതുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ചെയ്തതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് 2017 മോദി ഗവൺമെൻറ് 2014 വന്നതിന് ശേഷം 2017 റിവൈസ് ചെയ്തിരുന്നു. അത് 8 ലക്ഷമാണ് ക്രീമി ലെയറിൻ്റെ സീലിംഗ്. ഇത് കഴിഞ്ഞ 7 വർഷമായിട്ടിപ്പോൾ പുതുക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? UPSCയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രശ്നം വരുന്നത്. കാരണം UPSC ആണ് ഇന്ത്യയിലെ ബ്യൂറോക്രസിയെ സെലക്ട് ചെയ്യുന്നതും അവരെ ഡിപ്ലോയ് ചെയ്യുന്നതും. UPSC ആണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ OBCക്ക് ഭരണഘടനാപരമായി നേരത്തെ കൊടുത്തിരുന്നത് 9 ചാൻസ് കൊടുക്കുന്നുണ്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്രീമി ലെയറിൽ വരുന്ന കുട്ടികൾ, ക്രീമി ലെയറിൻ്റെ ഈ 8 ലക്ഷം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു എക്കണോമിക് ലെവൽ വെച്ച് നോക്കുന്ന തന്നെ പലർക്കും ഉള്ളതാണത്. അതുകൊണ്ട് ഈ ഒറ്റ കാരണം കൊണ്ട് അവർക്ക് 6 ചാൻസ് കഴിയുമ്പോൾ അവർ ഔട്ടാകുകയാണ്.
അല്ലെങ്കിൽ അവർക്ക് OBCയുടെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അവർക്ക് 9 ചാൻസ് വരെ എഴുതാം. നമുക്കറിയാം നമ്മുടെ ദിവ്യ എസ് അയ്യർ IAS ഒക്കെ അവർ ലാസ്റ്റ് ചാൻസിൽ ജസ്റ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ട കഷ്ടമാണ്. നമുക്കിത് കാരണം സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്ന അത്ര എളുപ്പമല്ല. അതിൻ്റെ ആ ഒരു ഓവറാൾ കോണ്ടസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ക്ലിയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവർ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ക്ലിയറായി അവരിപ്പം അറിയാമല്ലോ നമ്മുടെ സർവീസിലാണ്. അതുപോലെ ഓരോ വർഷവും കഴിഞ്ഞ 2017 ശേഷം ഓരോ വർഷവും സിവിൽ സർവീസിൽ നിഷേധിക്കപ്പെടുന്ന 100 കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത് OBC വിഭാഗത്തിൽ നിന്ന്. ഒറ്റ ഒരു ഗവേണൻസ് ഡിസിഷൻ. ആരാണ് ആ ഡിസിഷൻ എടുക്കുന്നത്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് എടുക്കുന്നത്. നമ്മളിത് റിവൈസ് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് BJPയുടെ തന്നെ ഒരു സാക്ഷി മഹാരാജ് എന്ന് പറയുന്ന ഒരു MP ചോദ്യം ചെയ്തു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതൊരു ഒലിഗാർക്കിയാണെന്ന് മറ്റവർ പറയുന്നത് ശരിയല്ലേ? BJPക്ക് അകത്തു നിന്നുള്ള ക്രിറ്റിസിസമാണ്. അവരൊരു OBC ആണ്. BJPക്ക് അകത്ത് കുറച്ച് OBC ഉണ്ടല്ലോ. അവരും പിന്നെ അത് കൂടാതെ മറ്റ് സമാജ്വാദി പാർട്ടി, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള DMK തുടങ്ങിയ പല പാർട്ടികളുടെയും MP ഇതിനെ വളരെ നിശ്ചിതമായി വിമർശിച്ചു. നിങ്ങൾ എന്ത് പ്രോഗ്രസ്സാണ് കൊണ്ടുവരുന്നത്? ഒരു വഴിക്ക് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നമ്മൾ നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കൂടാതെ നടത്തിയിട്ടുള്ള വേറെ കുറേ ഇടപെടലുകളുണ്ട്. അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റെവല്യൂഷൻസിനകത്ത് നടത്തിയ അപ്പോയിൻമെൻറ്റിനകത്താണെങ്കിലും, സാഹിത്യ അക്കാദമിയുടെ അപ്പോയിൻമെൻറ്റിലാണെങ്കിലും, ലളിതകലാ അക്കാദമിയുടെ അപ്പോയിൻമെൻറ്റിലാണെങ്കിലും, NSDയുടെ അപ്പോയിൻമെൻ്റ് ആണെങ്കിലും, NBTയുടെ അപ്പോയിൻമെൻ്റ് ആണെങ്കിലും, എല്ലാ മേഖലകളിലും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ചരിത്രപരമായി മുമ്പോട്ട് പോകുമ്പോൾ, ആധുനികതയിലേക്ക് പോകുമ്പോൾ പുറകോട്ട് പോയി. നമുക്കിതെല്ലാം പണ്ടേ ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണ്, അല്ലെങ്കിൽ പണ്ട് നമുക്ക് വിമാനം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു തുടങ്ങിയ വളരെ പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഡോക്ടർ മോഹൻ ഗോപാലിനെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, പുള്ളി പറയുന്നത് ഇന്ത്യയിൽ ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മുടെ കൺമുൻപിൽ തന്നെ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അതിനെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ, അംബേദ്കറിനെ കേൾക്കൂ, അനിഹിലേഷൻ ഓഫ് ദ കാസ്റ്റ്. CH മുഹമ്മദ് കോയ ചെയറിൻ്റെ ഒരു ഡിസ്കഷനിൽ യൂട്യൂബിൽ അവൈലബിൾ ആണത്. പുള്ളി പറഞ്ഞ കാര്യമാണ്. ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യവുമാണ്, വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോപ്പിൽ നിന്ന് പുറത്താവുന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഡേറ്റ എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ലോകരാജ്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നു. ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്കൻ ഇലക്ഷനിലെ ട്രംപ് വിജയിച്ച് വന്നൊരു റൈറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, അവിടെ റൈറ്റ് വേർഡ് മൂവ്മെൻറ്റ് കാണാതിരുന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ എങ്കിലും അവരുടെ ഡെമോക്രസിയിലുള്ള ഇൻഹറൻറ്റ് ഫോഴ്സസ് ആർ ദർ ആർ പൊളിറ്റിക്കൽ ഫോഴ്സസ് വിച്ച് ക്യാൻ കറക്റ്റ്, സിവിൽ വാറിലൂടെ കറക്റ്റ് ചെയ്തതുപോലെ. കാരണം അത്രമാത്രം സ്ട്രോങ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ആയി. ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ടോട്ടലി അൺഡെമോക്രാറ്റിക് ആയിരുന്ന ഇന്ത്യൻ രാജ്യത്തിന് അവിടെ ഡെമോക്രാറ്റിക് സ്ട്രക്ചേഴ്സിനെ ഉണ്ടാക്കി എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. പക്ഷേ ദ സ്ട്രെങ്ത് ഓഫ് ദീസ് മാർജിനലൈസിങ് ഫോഴ്സസ് അത്രമാത്രം വലുതായിരുന്നു. ഒരുപക്ഷെ നെഹ്റുവിൻ്റെയൊക്കെ പ്ലാനിങ്ങിനും പുള്ളി വിഭാവനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരുന്നു. അത് പുള്ളിയുടെ കൺമുൻപിൽ വെച്ച് തന്നെ 52 ഇലക്ഷനിൽ തന്നെ പുള്ളി അത് കണ്ടു. ഈ BBC ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. എങ്കിലും വലുതായിട്ടൊന്നും പുള്ളിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ പുള്ളി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നല്ലൊരു സ്ട്രോങ് ഫുട്ടിങ് ഇന്ത്യയിൽ കൊടുത്തു. പക്ഷേ ആ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ലാം ഇലക്ഷനിലൂടെ വരുന്ന ഒലിഗാർക്കി നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അതിനെ ആൾമോസ്റ്റ് നള്ളിഫൈ ചെയ്തു, ഇല്ലാതാക്കി എന്ന് തന്നെ നമുക്ക് കാണാം. അതേത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിയാലും ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മീഡിയ ആൻഡ് എത്തിക്സിനെ കുറിച്ച് നമുക്ക് ഇന്നൊന്നും കേൾക്കാൻ പോലുമില്ല.
പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതിനെക്കുറിച്ചൊരു ഒരു ഒരു കമ്മിറ്റി ലാസ്റ്റിൽ അപ്പോയിൻറ്റ് ചെയ്ത് 2005 അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ എനിക്കത് ആ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാൻ അവസരം ഉണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ കാലത്ത് റിലവൻ്റ് ആയിരുന്നു 2005. ഇന്ന് 15 വർഷം അല്ല 20 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ എത്തിക്സ് ഇന്ന് ഇതാണ്. ഇന്ന് നമ്മുടെ മീഡിയകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, ആവശ്യവും അത്യാവശ്യമുള്ള എല്ലാ ന്യൂസുകളെയും തമസ്കരിക്കുകയും ആവശ്യമില്ലാത്ത മേഖലകളിലിട്ട് നമ്മളെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കി കൺഫ്യൂസ് ചെയ്ത് അങ്ങനെ വേണ്ടാത്ത ഒരു തരത്തിൽ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ പ്രധാന സമയവും അതിൽ കളഞ്ഞ് നമ്മുടെ ടി വികളും യൂട്യൂബ് ചാനലുകളെല്ലാം ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മീഡിയയും ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് ടാസ്ക് വളരെ സക്സസ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി മൂന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട ഒരുപാട് നെഹ്റുവിൻ്റെ പേഴ്സണൽ ലൈബ്രറി കണ്ടാൽ അറിയാം. പുള്ളി വായിച്ച് കൂട്ടിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബുക്കുകളിലൂടെ ആർജിച്ചെടുത്ത ഒരു 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 അനുഭവ സമ്പത്തുണ്ട്, ഒരു നോളജിൻ്റെ ഒരു ടോട്ടാലിറ്റി ഉണ്ട്. അതിലൂടെ രൂപീകരിച്ചെടുത്ത് സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ എല്ലാം ഇന്ന് നോക്കുമ്പോൾ ഈ ഒലിഗാർക്കി അതിനെ ഇല്ലാതാക്കി ഇന്ത്യൻ ഡെമോക്രസിയെ ആ വാക്കുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ രീതിയിലെ അവസ്ഥയിലേക്ക് എത്തിച്ചു. അതാണ് ലേറ്റസ്റ്റ് ഓക്സ്ഫാം റിപ്പോർട്ടും വീഡം റിപ്പോർട്ടും എല്ലാം കാണിക്കുന്നത്. ഇന്ത്യ ഒരു ഇലക്ട്രൽ ഡെമോക്രസി അല്ല, മറിച്ച് അതൊരു ഇലക്ട്രൽ ഓട്ടോക്രസിയാണ്. ഇലക്ട്രൽ ഓട്ടോക്രസിയിൽ നിന്നും ഡെമോക്രസിയിലേക്ക് തിരിച്ചു വരുന്നത് മിക്കവാറും അസാധ്യമാണെന്നാണ് വീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരുടെ കഴിഞ്ഞ 200 വർഷത്തെ ഡേറ്റയിലൂടെ കിട്ടിയ പഠനത്തിൻ്റെ ആ ഒരു ട്രജക്ടറി വെച്ച് നോക്കുമ്പോൾ, ആ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കൽ ഇതിലേക്ക് പോയാൽ, ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയിലോട്ട് പോയാൽ തിരിച്ചു പോവുക അസാധ്യമാണ്. ഒരു ഇലക്ട്രൽ ഡെമോക്രസിയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് പ്യുവർ ഡെമോക്രസിയിലേക്ക് പോകാനുള്ള സ്വപ്നമോ അസാധ്യമാകുന്ന ഒരു ചരിത്രഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും അവിടെ നെഹ്റുവിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടൽ, അതും കുറച്ചല്ല, 47 മുതൽ 64 വരെ ഏതാണ്ട് 17 വർഷം ഭരണത്തിൻ്റെ മുഴുവൻ കൺട്രോളും കയ്യിലുണ്ടായിരുന്ന ഒരു വ്യക്തി. ഇതിനിടയ്ക്ക് പുള്ളി പല കാര്യങ്ങളും ചെയ്തു. 1955 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവടി കോൺഫറൻസ് അതിലെ കാര്യങ്ങൾ കണ്ട് മടുത്തിട്ട് ഇന്ത്യ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അതിൻ്റെ ഐഡിയോളജി ഒരു സോഷ്യലിസമാണ് എന്ന് ഡിക്ലെയർ ചെയ്തു. അതൊരു തരത്തിൽ ഏകാധിപത്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പുള്ളി അങ്ങനെ ചെയ്തെങ്കിലേ രക്ഷപ്പെടൂ. കാരണം ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വ്യക്തമായ ഐഡിയോളജി വേണം. ആ വ്യക്തമായ ഐഡിയോളജി ഇതാണ് എന്ന് യൂണിലാറ്ററലി ഒരു ഏകാധിപതിയെ പോലെ, ഹിറ്റ്ലറെ പോലെ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? കാരണം പുള്ളി അപ്പോഴേക്കും ഫ്രസ്ട്രേറ്റായി കഴിഞ്ഞു. 52 ഇലക്ഷൻ കഴിഞ്ഞ് 55 നടന്ന കാര്യമാണ്. അവിടെ ഡിക്ലറേഷനാണ്. 54 BBC റിപ്പോർട്ടിൽ പുള്ളി പറഞ്ഞിരുന്ന അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞ പ്രധാനമായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രസിയാണോ എന്നുള്ള അത് ബൈ ആൻഡ് ലാർജ് ഇന്ത്യൻ പീപ്പിൾ ഡോണ്ട് ലൈക്ക് സെക്യുലറിസം. ഇതാണ് നെഹ്റുവിൻ്റെ മറുപടി. അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ അന്നത്തെ, ഇത് 54 കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. അതായത് ഇന്ത്യയിൽ സെക്യുലറിസം അക്സെപ്റ്റ് ചെയ്യപ്പെടില്ല, ഇന്ത്യൻ ജനതയ്ക്ക് അത് ആവശ്യമില്ല. പിന്നെ ഒരു സെക്യുലർ ആയിട്ടുള്ള നെഹ്റു, ഒരു റാഷണലിസ്റ്റായിട്ടുള്ള നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ആൾ തന്നെയാണ് ഈ പറയുന്നത്. പുള്ളിക്ക് മുഴുവൻ അധികാരവും പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ട്. മറ്റൊരു കാര്യം, വേറെ ഒരു കോൺടെസ്റ്റുമായിട്ട്, ഏഷ്യയുടെ മുഴുവൻ കോൺടെസ്റ്റുമായിട്ട് ഉള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പുള്ളി പറയുന്നു, 1948 നമുക്കറിയാം ചൈനയ്ക്ക് ബ്രിട്ടീഷിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് 47 കിട്ടി. അപ്പോൾ നമ്മളെക്കാൾ ഒരു വർഷം ലേറ്റായിട്ടാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ എങ്കിലും വളരെ വേഗത്തിൽ വൻ കുതിച്ചുചാട്ടം വികസനത്തിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു കുതിച്ചുചാട്ടം ചൈന നടത്തി. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അപ്പം നിങ്ങളുടെ ഒരു ഫിലോസഫർ പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ അടുത്തെങ്ങും വരില്ല ചൈനീസ് ലീഡേഴ്സ് ആരും തന്നെ. അപ്പോൾ എങ്കിലും ഇത്രമാത്രം ടോട്ടൽ ഒരു ബാലൻസ്ഡ് വ്യൂ എടുക്കാൻ കഴിയുന്ന ഒരാൾ ലീഡ് ചെയ്യുന്ന ഗവൺമെൻറ് എന്ന നിലയിൽ എന്തുകൊണ്ട് ഇത് കഴിഞ്ഞില്ല? അതിൽ പ്രശ്നം അവിടുത്തെ ദ പ്രോബ്ലം ഓഫ് ലാൻഡ് കൈകാര്യം ചെയ്തതിലല്ലേ?
അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ എന്നുള്ള സജസ്റ്റീവായിട്ടുള്ള ചോദ്യത്തിന് മറുപടി ശരിയാണ്. അവർക്ക് വിത്തൗട്ട് മച്ച് ഓഫ് എ ഡിസെൻറ്റ് ചൈന കുഡ് ഇംപ്ലിമെൻറ്റ് ലാൻഡ് റിഫോംസ്. വേറാസ് ഇൻ ഇന്ത്യ നമുക്കറിയാം, അതിനുശേഷം ഭൂദാൻ മൂവ്മെൻറ്റൊക്കെ വന്നു, ആചാര്യ വിനോബ ഭാവയുടെയൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് നെഹ്റുവിൻ്റെ ഗാന്ധിയുടെ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ടായാലും, അതായത് ഉള്ളവൻ ഇല്ലാത്തവനിലേക്ക് ദാനം ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റ് പുള്ളി കോൺട്രിബ്യൂഷൻ, അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിന് പലരും പൈസ എടുത്തിട്ടുണ്ട്. പക്ഷേ ലാൻഡ് ദാനം ചെയ്യണം എന്നുള്ള കാര്യം വന്നപ്പോൾ അവിടെ അതും പരാജയപ്പെട്ടു. ഇന്ത്യൻ ലാൻഡ് റിഫോം ഏതാണ്ട് വട്ടപൂജ്യമാണ്. കേരളത്തിൽ ഒരുപാട് പ്രോഗ്രസീവ് കാര്യങ്ങൾ പറയുന്ന കേരളത്തിലെ ലാൻഡ് റിഫോംസിൻ്റെ കാര്യം നമ്മൾ ഒന്ന് ക്രിട്ടിക്കലി നോക്കണം. ആർക്കാണ് കേരളത്തിലെ ലാൻഡ് റിഫോംസ് കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത്? എവിടെ വരെ? എങ്ങോട്ട് പോകണമായിരുന്നോ അവിടെ പോയോ? ചോദ്യം ഇന്ന് മാർജിൻസിൽ കിടക്കുന്ന ആൾക്കാരിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളാണ്. ഇക്കാര്യത്തിൽ CK ജാനുവിൻ്റെ നേരിട്ട് ഒരു സംഭാഷണം കേട്ടതാണ്. കേരളത്തിൽ നാളിതുവരെ നമ്മൾ ലാൻഡ് റിഫോംസിൽ കണ്ടിട്ടുള്ള ഈ ആളുകൾ വലിയ വാതോരാതെ സംസാരിക്കും. അതിൽ കണ്ടിട്ടുള്ളവരെല്ലാം അവരെല്ലാവരും കൂട്ടിക്കൊടുപ്പുകാരായിരുന്നു. ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന ലാൻഡ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലും ലാൻഡ് റിഫോംസ് നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ ആർക്കാണോ കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ നവോത്ഥാനത്തിൽ മുമ്പിൽ വന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, മറ്റ് പലയിടത്തെ ബംഗാൾ എന്ന് പറയുന്നത് ടോട്ടലി അവിടുത്തെ ബ്രാഹ്മണിക്കൽ ഫോഴ്സ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി ബംഗാൾ ലാൻഡ് റിഫോംസ്. പിന്നെ ബാക്കിയുള്ളിടത്തെങ്ങും തന്നെ ഒന്നും നടന്നിട്ടേ ഇല്ല. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇന്ത്യയിലും മറ്റും കുറേ ദ്രാവിഡ മൂവ്മെൻറ്റ് വഴി കുറേ പ്രോഗ്രസീവ് കാര്യങ്ങൾ കൊണ്ടുവരാൻ, വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ തമിഴ്നാട്ടിൽ പോലും ലാൻഡ് റിഫോംസിൻ്റെ കാര്യത്തിൽ വരുമ്പം എത്രമാത്രം മുമ്പോട്ട് പോയി എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതാണ്. ഇത് ചൈനയ്ക്ക് കഴിഞ്ഞു, ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഈ 3 കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യൻ ഡെമോക്രസി ബിഫോർ നെഹ്റു എന്തായിരുന്നു? ഇനി നെഹ്റു ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു, പരമാവധി ശ്രമിച്ചു. പുള്ളിയുടെ ഫസ്റ്റ് മിനിസ്ട്രിയിൽ എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും മന്ത്രിമാരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അംബേദ്കർ കോൺഗ്രസിൻ്റെ മെമ്പറല്ല, പുള്ളിയെ ലോ മിനിസ്റ്ററായിട്ട് കൊണ്ടുവന്നു. അതിന് ഗുണങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേറെ, ഇത് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അംബേദ്കറിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ മറന്നുകൊണ്ടല്ല, അത് വേറൊരു കാര്യം. അതുകൂടാതെ മറ്റ് ഓരോ ആൾക്കാരെയും അവരവരുടെ ഫീൽഡിൽ നല്ല കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ പാർട്ടിയുടെ അഫിലിയേഷൻ നോക്കാതെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും നടത്താൻ സമ്മതിക്കില്ല. ആര് സമ്മതിക്കില്ല? ദ ഒലിഗാർക്കി വിൽ നോട്ട് അലൗ. വൈ? ബിക്കോസ് ദേ ആർ ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ സിസ്റ്റം and they want to be the beneficiaries of the system. They will not allow any dilution in those their share of the chunk. അങ്ങനത്തെ ഉള്ള ഒരു വളരെ ക്രൂഷ്യലായ ചരിത്ര നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനിതിൽ ഒരു വലിയ അളവ് വരെ ഇതിൻ്റെ ഡേറ്റയിലേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ പ്രശ്നം. സമയമുണ്ടോ? ഓക്കെ, ഞാൻ ആ വീഡം റിപ്പോർട്ടും ഓക്സ്ഫാം റിപ്പോർട്ടും ആ ഡേറ്റ കൂടെ ഒന്ന് വായിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഡെവലപ്മെൻറ്റിൽ, വികസനത്തിൽ വളരെ സക്സസ്ഫുള്ളായി നടപ്പാക്കപ്പെട്ട ഒരു റിഫോമാണ് GST കളക്ഷൻ. നമുക്കറിയാം, അതിന് 2 കമ്പോണൻ്റ് ഉണ്ട്. ഒരു IGST, ഒരു സ്റ്റേറ്റ് കമ്പോണൻ്റ് ഉണ്ട്. നമ്മളെല്ലാം ടാക്സ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് ഡീറ്റെയിൽസ് ഓക്സ്ഫാം റിപ്പോർട്ടിൽ വന്നു ഈ കഴിഞ്ഞ നാളുകളിൽ. അപ്പോൾ അതിൻ്റെ ഈ 2021-22 കാലയളവിൽ നമ്മുടെ പെർ ആനം ഉള്ള GST കളക്ഷൻ ഇന്ത്യയുടെയാണ് പറയുന്നത്. അത് 14.7 ലക്ഷം കോടിയാണ്, 14.7 lakh crore. ഇത് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് മന്ത് ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. GST ബിൽ പാസ്സായി, ആക്റ്റായി പാസ്സായതിന് ശേഷം 100 കോടി തികയ്ക്കാൻ വലിയ പാടുപെടുകയായിരുന്നു ആ വർഷം. അതിനകത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷം 1000 കോടി ആക്കാൻ വലിയ കഷ്ടപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് അത് ഈ ലെവലിലെത്തി. എന്ന് പറഞ്ഞാൽ ഇൻകം വിതിൻ ദ കൺട്രി നല്ലതുപോലെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 14.7 lakh crore. ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ആ ഒരു സ്പ്ലിറ്റപ്പ് ഒന്ന് നോക്കുക.
The poorest 50% pay two-thirds of the GST. That is almost 64.3% of the total GST ആരാണ് പേ ചെയ്യുന്നത്? ദ ബോട്ടം 50% ഓഫ് ദ പോപ്പുലേഷൻ. ഇനി ബാക്കിയുള്ളവരോ? ദ 10% റിച്ചസ്റ്റ് പേ 3 to 4, 3-4% അതിനിടയ്ക്കാണ്. ദ ടോപ്പ് 10% ഓഫ് ദ പോപ്പുലേഷൻ. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡേൺ റിഫോം നമ്മുടെ ഫൈനാൻഷ്യൽ സെക്ടറിൽ നടത്തിയതിൻ്റെ റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. ഇനിയും ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്നൊരു വലിയ ചങ്കുണ്ടല്ലോ, ഇത് കംസ് അറൗണ്ട് 40% ഓഫ് ദ പോപ്പുലേഷനാണ് വരുന്നത്. അവർ പേ ചെയ്യുന്നത് 1/3 ആണ്. കാരണം നമുക്കറിയാം ഈ 10% 3 to 4% നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഈ ടോട്ടൽ GST കളക്ഷൻ മിഡിൽ ക്ലാസിൻ്റെ ഒരു 1/3 ബാക്കി ബോട്ടം 50% നിന്ന് കിട്ടുന്ന 2/3 ആയപ്പോഴേക്കും ടോട്ടൽ കളക്ഷനായി. അപ്പോൾ ഈ പറയുമ്പോൾ ഇവിടെയാണ് ആ ബില്യനേഴ്സ് അവരിങ്ങനെ ജമ്പ് ചെയ്ത് പോകുന്നതിൻ്റെ കാരണം ഇതിലാണ് കിടക്കുന്നത്. ഇതൊരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയെക്കുറിച്ചാണ് ഡോക്ടർ മോഹൻ ഗോപാൽ പറഞ്ഞത്, ഇന്ത്യൻ ഡെമോക്രസി വിൽ കൊളാപ്സ് അറ്റ് എനി മൊമെൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. അത്രമാത്രം ഹൈ സ്പീഡിലാണ് ഒലിഗാർക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും കൊണ്ടുപോയത്, ഇൻക്ലൂഡിങ് ജുഡീഷ്യറി. ഇപ്പോൾ കഴിഞ്ഞ 10-15 ദിവസത്തിന് മുമ്പ് കേരള ഹൈക്കോടതിയിലേക്ക് 5 ജഡ്ജിമാർ വന്നിരിക്കുന്നു. ആ 5 തന്നെ ഈ ഒലിഗാർക്കിയിൽ നിന്ന് തന്നെയാണ്. ഇനി മറ്റൊന്ന്, ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഈ GSTയിൽ ഇത് ചെയ്യുന്നത്? അത് ബജറ്റ് അവതരിപ്പിക്കുന്നതിലുള്ള ഒരു ടാറ്റിക്സ് വഴിയാണ്. 2 തരം ടാക്സുകളുണ്ട്. എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇൻഡയറക്റ്റ് ടാക്സുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ആ ഇൻഡയറക്റ്റ്, അതായത് ടോപ്പ് 1%, അതായത് ത്രൂ ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് ഇവർ ഈ പറഞ്ഞ 3 to 4% മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള ആ ഒരു ഇൻഫർമേഷനെ ഹൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബജറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന ആ ടെക്നിക്കിലൂടെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ആ പ്രപ്പോസലിലൂടെയാണ്. ഇൻഡയറക്റ്റ് ടാക്സ് നമുക്കറിയാൻ കഴിയില്ല. അത് അറിയണമെങ്കിൽ നമുക്ക് കുറേ എക്കണോമിക് ഫോർമുലകളും ഒക്കെ വേണം. എങ്ങനെ ടാക്സ് കാൽക്കുലേഷനൊക്കെ അറിയണം. എല്ലാവരും എക്കണോമിക്സ് പഠിച്ച് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുക്കണം. നമ്മുടെ എല്ലാ ആൾക്കാർക്കും ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്നവർക്ക് അതില്ല, അതുപോലെ തന്നെ ആർട്സ് സ്ട്രീമിൽ നിന്ന് വരുന്നവർക്കും ഇല്ല. പിന്നീട് മറ്റൊന്ന്, ഈ വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനോടെ നോക്കാം. ഈ പറഞ്ഞ ടോപ്പ് 1% ഇൻഡയറക്റ്റ് ടാക്സ് അവർ കൊടുക്കുമ്പോൾ അവർ ഏതാണ്ട് 40.6 വെൽത്ത് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ വെൽത്ത് ഓഫ് ദ കൺട്രി അതിൻ്റെ 40.6 ഹോൾഡ് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കുന്ന എത്രയാണ്? 1%. 2, ബോട്ടം 50% അവർ വെൽത്ത് എത്രയാണ് ഹോൾഡ് ചെയ്യുന്നത്? വെറും 3%. പക്ഷേ അവർ കൊടുക്കുന്ന ടാക്സോ 50%. ഇതെന്താണ്? നമ്മളിതിനെ ഒറ്റ വാക്കിൽ പറയും, വെള്ളരിക്ക പട്ടണമാണോ ഇത്? അല്ലേ? 3% വിഭവങ്ങൾ കൈകാര്യം ചെയ്തിട്ട് 50% GST കൊടുക്കുന്നു. മറിച്ച് 40.6% ഓഫ് ദ വെൽത്ത് കൈകാര്യം ചെയ്തിട്ട് 1% ടാക്സ് കൊടുക്കുന്നു. ഇത് ലോകത്തൊരൊറ്റ രാജ്യങ്ങളിലും ഇല്ല, ഇന്ത്യയിൽ മാത്രം. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഒരു റിലേറ്റഡ് കണക്കാണ്. ദ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള 10% ഓൺസ് ടോട്ടൽ 72% ഓഫ് ദ വെൽത്ത്. 10% ആൾക്കാർ 72% ഓഫ് ദ റിസോഴ്സസ് അവരാണ് ഓൺ ചെയ്യുന്നത്. അതുപോലെ പിന്നെയും ടോപ്പ് മോസ്റ്റ് 5, ഏറ്റവും നമ്മൾ പിന്നെയും ഫിൽറ്റർ ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ടോപ്പ് മോസ്റ്റ് 5% ഓൺ 62% ഓഫ് ദ ടോട്ടൽ വെൽത്ത്. ഇതൊക്കെ ശരിക്കും സ്റ്റഡി ചെയ്ത് ചോദ്യം ചെയ്യപ്പെടും. USA UK സ്കാൻഡിനേവിയൻ കൺട്രിയിലാണെങ്കിൽ, എൻ്റെ വെസ്റ്റേൺ കൺട്രിയിൽ. പക്ഷെ ഇവിടെ ഇത് ചോദ്യം ചെയ്യപ്പെടത്തില്ല. കാരണം നമ്മൾ നമ്മുടെ മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളുടെ ഇതിനിടയിലെ നമ്മുടെ എന്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നമ്മുടെ ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ സൂയിസൈഡിലേക്ക് കാരണമായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളോളം ചർച്ചകൾ ചെയ്ത് നമ്മൾ അതിൽ പെട്ടുകിടക്കും.
നമുക്ക് ഈ കാര്യമൊന്നും അറിയണ്ട. ഇത് നമ്മളെ ബാധിക്കുന്ന ഓരോ സെക്കൻഡിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണിത്. ഈ പറഞ്ഞതിൽ ഏത് സെക്ഷനിൽ നമ്മൾ വന്നാലും ഇതിനെയാണോ നമ്മൾ ഡെമോക്രസി എന്ന് വിളിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ വലിയ വിഷയമുണ്ട് ഇവിടെ. പിന്നെ ഇത് തന്നെ ഓക്സ്ഫാം റിപ്പോർട്ടിൻ്റെ മറ്റൊരു കാര്യം, വേൾഡിലെ ഹയസ്റ്റ് നമ്പർ ഓഫ് പുവർ ഇന്ന് ഏതാണ്ട് 228.9 മില്യൺ, അതായത് 229 മില്യൺ ഇന്ത്യയിലാണ് ഹയസ്റ്റ് നമ്പർ. വേറെ ഒരു രാജ്യത്തിലും അതല്ല. ഇതിനു മുമ്പ് നമുക്ക് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെക്കാൾ ഒരുപാട് മുമ്പിൽ പോയി. ഇങ്ങനെ വളരെ ഭയാനകമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നത്. ഇതാണ് നെഹ്റുവിന് ശേഷമുള്ള ഇന്ത്യൻ ജനാധിപത്യം, കോട്ടൺ ആൻഡ് കോട്ട് ജനാധിപത്യം. നെഹ്റു അതായത് ബോധപൂർവം പുള്ളിക്കിത് അറിയാമായിരുന്നു. ആ BBC, ഞാൻ എല്ലാവരോടും വീണ്ടും ആവർത്തിക്കുന്നു, 1954 BBC അൺഎഡിറ്റഡ് അൺഫിൽറ്റേഡ് ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും യൂട്യൂബിൽ അവൈലബിൾ ആണ്, കേൾക്കണം. എന്നിട്ട് അതിനകത്ത് കിട്ടിയ ഡേറ്റയെ ഓക്സ്ഫാമിൻ്റെ ഈ ഡേറ്റയായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തെല്ലാം പുള്ളി ശ്രമിച്ചിരുന്നു, പക്ഷേ പെട്ടുപോയെന്ന്. പലതും അങ്ങനെ പരാജയപ്പെട്ടു. നമ്മുടെ റിനൈസൻസ് തന്നെ കേരളത്തിൽ പരാജയപ്പെട്ടതിൻ്റെ എക്സാമ്പിളാണ് ലാൻഡ് റിഫോംസിനകത്ത്. ആർക്കാണോ ലാൻഡ് കിട്ടേണ്ടതെന്നും അവിടേക്ക് എത്തിയില്ല, അവിടെ കൃഷിക്കാരിലേക്കൊന്നും ലാൻഡ് എത്തിയിട്ടില്ല. ഇടയ്ക്ക് നിന്ന, അല്ലെങ്കിൽ അന്ന് ലാൻഡ് റിഫോംസ് ആവശ്യപ്പെട്ടിരുന്ന മാക്സിമം, കുറച്ചുകൂടെ ഓപ്പണായിട്ട് പറയുമ്പോൾ ഈഴവാസിൽ വരെ അത് എത്തപ്പെട്ട് നിന്നു, അതിനകത്ത് താഴേക്ക് പോയില്ല. അങ്ങനെ നമ്മുടെ എല്ലാ പ്രോഗ്രസീവായിട്ടുള്ള ഇതിലല്ല. ഇതിനു മുമ്പ് നമുക്ക് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെക്കാൾ ഒരുപാട് മുമ്പിൽ പോയി. ഇങ്ങനെ വളരെ ഭയാനകമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നത്. ഇതാണ് നെഹ്റുവിന് ശേഷമുള്ള ഇന്ത്യൻ ജനാധിപത്യം, കോട്ടൺ ആൻഡ് കോട്ട് ജനാധിപത്യം. നെഹ്റു അതായത് ബോധപൂർവം പുള്ളിക്കിത് അറിയാമായിരുന്നു. ആ BBC, ഞാൻ എല്ലാവരോടും വീണ്ടും ആവർത്തിക്കുന്നു, 1954 BBC അൺഎഡിറ്റഡ് അൺഫിൽറ്റേഡ് ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും യൂട്യൂബിൽ അവൈലബിൾ ആണ്, കേൾക്കണം. എന്നിട്ട് അതിനകത്ത് കിട്ടിയ ഡേറ്റയെ ഓക്സ്ഫാമിൻ്റെ ഈ ഡേറ്റയായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തെല്ലാം പുള്ളി ശ്രമിച്ചിരുന്നു, പക്ഷേ പെട്ടുപോയെന്ന്. പലതും അങ്ങനെ പരാജയപ്പെട്ടു. നമ്മുടെ റിനൈസൻസ് തന്നെ കേരളത്തിൽ പരാജയപ്പെട്ടതിൻ്റെ എക്സാമ്പിളാണ് ലാൻഡ് റിഫോംസിനകത്ത്. ആർക്കാണോ ലാൻഡ് കിട്ടേണ്ടതെന്നും അവിടേക്ക് എത്തിയില്ല, അവിടെ കൃഷിക്കാരിലേക്കൊന്നും ലാൻഡ് എത്തിയിട്ടില്ല. ഇടയ്ക്ക് നിന്ന, അല്ലെങ്കിൽ അന്ന് ലാൻഡ് റിഫോംസ് ആവശ്യപ്പെട്ടിരുന്ന മാക്സിമം, കുറച്ചുകൂടെ ഓപ്പണായിട്ട് പറയുമ്പോൾ ഈഴവാസിൽ വരെ അത് എത്തപ്പെട്ട് നിന്നു, അതിനകത്ത് താഴേക്ക് പോയില്ല. അങ്ങനെ നമ്മുടെ എല്ലാ പ്രോഗ്രസീവായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയകൾക്കകത്തിലുള്ള ഒരു വലിയ തടസ്സമായിട്ട് ഒലിഗാർക്കി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക പരിണാമദശയിലാണ് നമ്മൾ. ഈ സംസ്കാരം തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംസ്കാരം അല്ല. ഇതിന് പകരമുള്ള ഒരു ജനാധിപത്യ സംസ്കാരം ആവശ്യമുണ്ട്. ആ സംസ്കാരത്തിലേക്ക് ഓരോ വ്യക്തികളും അവരുടേതായ നിലയിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയെങ്കിൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ ഒലിഗാർക്കി അവരുടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യില്ല. ഇനിയും ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഇല്ലാതെ ഗവേണൻസിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ള വലിയ ഡെമോക്രാറ്റിക് ക്വസ്റ്റ്യനുണ്ട്. ആ ക്വസ്റ്റ്യനും നമ്മളെ ഉറക്കം കെടുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള നമുക്കൊരു സൊല്യൂഷൻ ഒരു പക്ഷേ സ്വപ്നമെങ്കിലും കാണാൻ കഴിയുള്ളൂ. യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് കുറേ വിദൂരത്തിലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് വിൽഫ്രഡ്, വക്കീൽ പണിയാണ്. അതുകൊണ്ടാണ് ഭരണഘടനയും ജനാധിപത്യവും എന്നുള്ള സബ്ജക്റ്റ് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ പറയേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും അതുപോലെ ഭരണഘടനയുടെയും അലകും പിടിയും തൊടാതെയാണ്. ഇത് മാത്രമല്ല, എവിടെയൊക്കെ ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നു അവിടെ എല്ലാം അതാണ് നടക്കുന്നത്. ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് വെറും ജൽപ്പനമാണ്. അവിടെ ഒരു ഡെമോക്രസി ഇല്ല. ജനങ്ങൾക്ക് ഡെമോക്രസി വോട്ട് ചെയ്യുന്നത് വരേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡെമോക്രസിയേ ഉള്ളൂ, ജനാധിപത്യമേ ഉള്ളൂ.
അത് എന്തിനു വേണ്ടിയുള്ള ജനാധിപത്യം? ഭരണവർഗത്തെ തിരഞ്ഞെടുക്കാനുള്ള ജനാധിപത്യം മാത്രം. ഞാൻ പറഞ്ഞത് പച്ചയായ സത്യമാണ്. ഇതിൽ അല്പം പോലും പോസ്റ്റ് ട്രൂത്ത് ഇല്ല, ട്രൂത്ത് മാത്രമേ ഉള്ളൂ. ഭരണഘടന പരിശോധിച്ചാൽ, ജനപ്രാതിനിധ്യ നിയമം പരിശോധിച്ചാൽ അത് ആർക്കും ബോധ്യമാവും. നമ്മൾ വായിക്കില്ല, പഠിക്കില്ല, ഭരണഘടനാ പുസ്തകം നോക്കില്ല, ജനപ്രാതിനിധ്യ നിയമം നോക്കില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ അറിയാതെ പോയി വോട്ട് ചെയ്യുകയാണ്. എന്തിന് വോട്ട് ചെയ്യുന്നു? ഭരണവർഗത്തെ എടുക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ആധിപത്യം എന്ന് പറയുന്നത് ഭരണവർഗ സർവാധിപത്യമാണ്. ജനങ്ങൾക്ക് ആ തിരഞ്ഞെടുപ്പിന് ശേഷം അത് പ്രൊസീഡ് ചെയ്യാനുള്ള ആധിപത്യം ഇല്ല. ജനങ്ങൾക്കതിൽ ആധിപത്യമേ ഇല്ല. പകരം തിരഞ്ഞെടുക്കപ്പെട്ട അവർക്കുള്ള സർവാധിപത്യമാണ്. അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ഭരണഘടനയിൽ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഭരണഘടന എഴുതിയുണ്ടാക്കിയവർക്കും അന്ന് നിലവിലുണ്ടായിരുന്ന നെഹ്റുവിയൻ ഗവൺമെൻറ്റിനും ഉണ്ടായ പരാജയം. അതായത് ഇന്ത്യക്കാരുടെ പരാജയം. പകരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യൻ സർക്കാരിന് മുൻപേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഉണ്ടായ ഒരു ഘടന, ഒരു സംവിധാനത്തെ ഭരണപക്ഷത്തെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വ്യക്തമായ പരിപാടികളോടുകൂടി ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് ഈ ഭരണഘടന. ഈ ഭരണഘടനയുടെ 14 പറയുന്നുണ്ട്, 14A മറ്റുമൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ ഭരണഘടനയിന്മേൽ സകലമാന ഇന്ത്യക്കാരും തുല്യരാണെന്ന്. തുല്യത നമുക്ക് ലഭിക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതി വരെ ഒരു കേസ് പോയി. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എല്ലാവരും ഇപ്പോൾ അങ്ങനെ ഇക്വാളിറ്റി അനുഭവിക്കണ്ട, പക്ഷേ നമ്മളെ പഠിപ്പിച്ചത് മറിച്ച എല്ലാവരും തുല്യരാണ്, സമന്മാരാണ് നിയമത്തിന് മുന്നിൽ. എന്നെയും പഠിപ്പിച്ചത് അതാ. പക്ഷേ ഞാൻ പിന്നീട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ വെറും പൊള്ള വാക്കായിരുന്നു പഠിപ്പിച്ചതൊക്കെ. ഇക്വാളിറ്റി എല്ലാവരും അങ്ങനെ അനുഭവിക്കണ്ട, ഈക്വൽസ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ഈക്വൽ. അങ്ങനെ സുപ്രീം കോടതിയുടെ റൂളിംഗ് കൊടുത്തങ്ങ് വിട്ടു. ഇനി ആരും തുല്യരാവാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ടെന്ന് ആവശ്യപ്പെടുകയും വേണ്ട. ഇതൊക്കെ പച്ചപരമാർത്ഥങ്ങളാണ്. ഈ പച്ചപരമാർത്ഥങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അതാണ് ഇവിടെ ഇല്ലാത്തത്. നമുക്ക് ഒരു കാര്യം മതിയായിരുന്നു, ഒരേ ഒരു കാര്യം. റൂളിംഗ് ക്ലാസ്സിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള നമ്മുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നതോടുകൂടി ജനങ്ങളുടെ ആധിപത്യം അവസാനിപ്പിക്കരുതായിരുന്നു. പകരം അത് പ്രൊസീഡ് ചെയ്തുകൊണ്ട് പോകണം. അത് അവിടെ വെച്ചങ്ങ് കട്ട് ചെയ്തു നിർത്തി. ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാനൊരു ഇൻസ്റ്റൻസ് പറയാണ്. നമ്മൾ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ഒരു സംഗതിയാണ് 36 റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നു. അതൊരു 300 വാഹനങ്ങൾ വേണമെങ്കിൽ, അതുപോലുള്ള വിമാനങ്ങൾ വാങ്ങണമെങ്കിൽ റഷ്യയുടെ സുഖോയ് 30 മതി, അതേ തുകയ്ക്ക്. അതുപോലെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലാണ് അത് നിർമ്മിക്കുന്നതെങ്കിൽ അതിനേക്കാൾ അത്യാധുനിക സൗകര്യത്തോടു കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും 500 വാഹനങ്ങൾ അതുപോലത്തെ. അതുകൊണ്ട് ആ വിമാനങ്ങൾ വാങ്ങരുത്, ആ MOU ഇന്ത്യ ഒപ്പിടരുത് എന്ന് ഒരു ഇന്ത്യൻ പൗരൻ പറഞ്ഞാൽ നടപ്പിലാവുമോ? നടപ്പിലാവില്ല. കാരണം അവൻ്റെ ജനാധിപത്യം അത് ആവശ്യപ്പെടുന്നതിനെ തടയുന്നു. എവിടെ വെച്ച്? വോട്ടിംഗ് കഴിഞ്ഞ ഉടനെ. ബാക്കിയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളൂ. ഞങ്ങളുടെ സർവാധിപത്യമാണ്. പിന്നെ അതിൽ കോർപ്പറേറ്റിനെ വളർത്തണമോ, മിഡിൽ ക്ലാസ്സിനെ വളർത്തണമോ,
അട്ടർ പോവർട്ടിയിൽ നിൽക്കുന്ന ദാരിദ്ര്യവാസികളെ വളർത്തിയെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ ലോക രാജ്യങ്ങളുടെ ദാരിദ്ര്യ പട്ടികയിൽ 113. ക്ഷയരോഗത്തിൻ്റെ പട്ടികയിൽ ലോകത്തെ നമ്പർ 1, 26%. ക്ഷയരോഗത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്നത് ഇന്തോനേഷ്യ, 3ാം സ്ഥാനം ചൈന, 4ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. ലോകരാജ്യങ്ങളുടെ മൊത്തം ദരിദ്രരുടെ 26% കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഇത് നമ്മുടെ ജനാധിപത്യം നന്നായതുകൊണ്ടാണോ? ജനാധിപത്യം ആയതുകൊണ്ടാണോ? അല്ല. ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ ജനതയെ കബളിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ചർച്ചകളും സെമിനാറുകളും പേപ്പറുകളും അവതരിപ്പിക്കപ്പെടുമ്പോൾ പച്ചയായ പരമാർത്ഥങ്ങളായിരിക്കണം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത്. അല്ലാതെ പൊള്ളത്തരങ്ങളല്ല. നമ്മളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം മുതൽ ആ പൊള്ളത്തരങ്ങളാണ്. അത് ആരുടെ സൃഷ്ടിയാണ്? ഈ ഭരണവർഗത്തിൻ്റെ സൃഷ്ടിയാണ്. അവരുടെ സർവാധിപത്യത്തിൻ്റെ എക്സിക്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ ഈ നിലവിലിരിക്കുന്നതിനെ മെച്ചപ്പെടുത്താനും പറ്റും, ഇതിനെ തകർത്തിട്ട് പുതിയത് എടുക്കാനും പറ്റും. എന്നാൽ ഭരണവർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാഭ്യാസവും വിവരവും സതുദ്ദേശവും ഉള്ളവരാണെങ്കിൽ അത് നടക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അധികം നീട്ടൂല. 1962 64 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യക്ക് വേണ്ടി ലോക ചിന്തകനായ ബ്രട്ടൺ റസൽ ഒരു ലേഖനം എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു ലേഖനം ഇന്ത്യക്ക് വേണ്ടി മാത്രം എഴുതിയതാണ്. അതിൽ കൺക്ലൂഡ് ചെയ്യുന്ന സെൻറ്റൻസ് ഇതാണ്: ഇന്ത്യ റിയലി വിഷ് ടു ബി ഡെവലപ്ഡ്. നെഹ്റുവിസം ആൻഡ് ഗാന്ധിസം ഈസ് നോട്ട് ദ വേ, ബട്ട് ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം അതർ റോഡ്. ഇങ്ങനെയാണ്. ഇതവിടെ കിടന്നു. അത് പൊടി തട്ടിയെടുത്തത് എനിക്ക് തോന്നുന്നു നരസിംഹറാവു ആണെന്നാണ്. നരസിംഹറാവുവിൻ്റെ 1992 ശേഷമാണ് അതിൽ നിന്നൊരു വ്യതിയാനം വരുന്നത്. ആ സതുദ്ദേശം ഭരണാധികാരികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും നന്നാവും എന്നാണ്. അതിൻ്റെ പരമകാഷ്ഠയിലേക്ക് എത്തിച്ചത് 2004 ഭരണത്തിലേറ്റ മൻമോഹൻ സിംഗാണ്. സ്വതന്ത്ര ഇന്ത്യക്ക് 2004 വരെ എന്തുമാത്രം സാമ്പത്തിക പുരോഗതി ഉണ്ടായോ? ശ്രദ്ധിച്ചോണേ. സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം 2004 വരെ, ഞാൻ ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്, കണക്ക് വെച്ചിട്ട്, 2004 വരെ ഇന്ത്യക്ക് എന്തുമാത്രം സാമ്പത്തിക പുരോഗതി ഉണ്ടായോ അതിൻ്റെ 3 ഇരട്ടി സാമ്പത്തിക പുരോഗതി 4 മുതൽ 14 വർഷം വരെ ഉണ്ടായിട്ടുണ്ട്. മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു, പിന്നീട് ധനകാര്യ മന്ത്രിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ സതുദ്ദേശത്തോടു കൂടിയുള്ള ഭരണാധികാരി വന്നാൽ നന്നായി കൂടെന്നില്ല. പക്ഷേ അതിനെയും വേണമെങ്കിൽ നന്നാക്കാതിരിക്കാനായിട്ടുള്ള പ്രൊവിഷൻസ് ഭരണഘടനയിൽ, ജനപ്രാതിനിധ്യ നിയമത്തിലും, അതുപോലെ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറഞ്ഞ ആ സംഗതികളൊക്കെ അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇത് ചർച്ചാ വിഷയമാക്കണം എന്നുള്ള ഒരു ചെറിയ ഉദ്ദേശത്തോടു കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് ഘോഷ്. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ശ്രീ മോഹൻ ഗോപാൽ സാറിനോട് ഒരു ചോദ്യം ഇതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു നമ്മുടെ GSTയുടെ പിന്നെ 1% മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോപ്പുലേഷൻ്റെ 10% വെൽത്തി പോപ്പുലേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും എക്കണോമിക്കിൻ്റെ, അതായത് ബിലോ പോവർട്ടിയുടെ അല്ലെങ്കിൽ 50% ഉള്ള ബോട്ടം ലെവലുള്ള ഒരു ജനങ്ങളാണ് GSTയുടെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ഇത് ഈ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ജനാധിപത്യത്തിൽ ഈ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് അറിവുണ്ട്? ഇവിടെ നേരത്തെ സാറ് സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യം ഇത്ര വർഷമായിട്ട് 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട്
ജനാധിപത്യമാണോ അതോ പേരിൽ മാത്രമാണോ ജനാധിപത്യം? എൻ്റെ ഒരു സംശയം അതുകൂടെയാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ വെൽത്ത് GST കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ ഇത്ര ശതമാനം വെൽത്താണ് അവരുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വെൽത്തിൽ ഏറ്റവും കുറച്ച് പൊസസ് ചെയ്യുന്ന വിഭാഗം കൂടുതൽ GSTക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവിടെ ജനാധിപത്യമാണോ? ഈ ജനാധിപത്യത്തിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? എൻ്റെ ഒരു ചെറിയ സൊല്യൂഷൻ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ പറയും ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളെന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് പ്രസ് അല്ലെങ്കിൽ മീഡിയ. ഈ 4 തൂണുകളും ഒരേ രീതിയിൽ ജനാധിപത്യവൽക്കരിച്ചെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, ജനാധിപത്യം വിജയിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് എവിടെയാണ് ജനാധിപത്യം ഉള്ളത്? ഈ 4-നകത്ത് നമ്മൾ പറയുന്നു ഇവിടെ ജുഡീഷ്യറിയിൽ ജനാധിപത്യമില്ല, എക്സിക്യൂട്ടീവിൽ ജനാധിപത്യമില്ല, മീഡിയയിൽ ജനാധിപത്യമില്ല. പിന്നെ ജനാധിപത്യം ഉണ്ട് എന്ന് പറയപ്പെടുന്നത് എവിടാണ്? ലെജിസ്ലേച്ചറിൽ. ഇപ്പോൾ നേരത്തെ സാർ സൂചിപ്പിച്ചതിൻ്റെ കൂട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്, അതും വെറും ശരിയായ ജനാധിപത്യമല്ല, വക്രീകരിച്ച ജനാധിപത്യമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ ഇന്ന് ഏതാണ്? നമ്മൾ പറയാം രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയാം. രാഷ്ട്രീയ പാർട്ടികളാണ് ഭരണാധികാരികളെന്ന്. ആ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഏതിനകത്തെങ്കിലും, ഞാൻ പഠിച്ച ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 100 പേരുള്ള ഒരു ഇടത്ത് അവിടെ ഭൂരിപക്ഷം പേര് തിരഞ്ഞെടുക്കുന്നവരെയാണ് ജനാധിപത്യം. അതായത് 50% കൂടുതലെങ്കിലും 51 പേര് അനുകൂലിച്ചാൽ അതൊരു ജനാധിപത്യ വിജയമായിരിക്കണം. ഒരാൾക്ക് ഭൂരിപക്ഷം പേരും അവിടെ വിജയിക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ അവർ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും ജനാധിപത്യ പ്രക്രിയ നടക്കുന്നുണ്ടോ? ഇല്ല. അവിടെയെല്ലാം നടക്കുന്ന സർവാധിപത്യമാണ്. അപ്പോൾ ആ സർവാധിപതികളായ രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ജനങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലെ ഭൂരിപക്ഷം പാർട്ടി അംഗങ്ങളുടെ താല്പര്യങ്ങളെ മാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയല്ലേ അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? അത് സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ വരികയും ആ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ അവർ ഭരണത്തിലെത്തുകയും അത് വീണ്ടും കൊണ്ടുപോകും. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പേരിൽ മാത്രം പറയുകയാണ് ജനാധിപത്യം. ഈ ജനാധിപത്യ പ്രക്രിയ തന്നെയാണ് ഇതിനകത്ത് ജനാധിപത്യത്തിനകത്ത് വൻപിച്ചോട് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണെന്താണ്? ഇന്ത്യൻ ജനത മുഴുവൻ സാമുദായികപരമായിട്ടാണ്, സമുദായങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. സമുദായം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോഴും നമുക്കറിയാൻ കഴിയും, ഈ സമുദായങ്ങളുടെ ജനസംഖ്യ എടുത്തു കഴിയുമ്പോഴും അധികാര കേന്ദ്രങ്ങളിൽ ന്യൂനപക്ഷം വരുന്ന അല്ലെങ്കിൽ 2%, 3% വരുന്ന ഒരു ജനസമുദായങ്ങളാണ് ഇന്ന് ഒളിഗാർക്കിയായിട്ട് ഈ രാജ്യത്തെ ഭരിക്കുന്നത്. ബാക്കി 80% വരുന്ന സമുദായങ്ങൾ, ഈ 50%-ന് താഴെയുള്ളവരിയ്ക്കുമ്പോൾ അവർക്ക് ഭരണത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ ഒട്ടും പ്രാതിനിധ്യമില്ല. ഈ പ്രാതിനിധ്യമില്ലായ്മ അല്ലെങ്കിൽ ജനാധിപത്യമില്ലായ്മയാണ് സകല കാര്യങ്ങൾക്കും നിദാനമെന്ന് വിചാരിക്കുന്നു. മോഹൻ ഗോപാൽ സാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അധികാരമായിട്ട് പഠിച്ച് ഇതിന് എങ്ങനെ നമുക്കൊരു പരിഹാരം കാണാം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉന്നയിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ, സോക്കാൾഡ് ജനാധിപത്യം നമ്മൾ അനുഭവിക്കുന്നത്, അതിൽ ശരിക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും, അതായത് ഭരണത്തിൻ്റെ, ഗവേണൻസിൻ്റെ എല്ലാ മേഖലകളായിട്ടുള്ള, അത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇതിനും ഒക്കെ ഒരു ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റോൾ വഹിക്കേണ്ടുന്ന മാധ്യമങ്ങൾ അത് അമ്പേ പരാജയപ്പെട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളായ, അതായത് വളരെ വളരെ നിശ്ചിത താല്പര്യങ്ങളുള്ള അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മാധ്യമങ്ങൾ, അത് ദൃശ്യ മാധ്യമങ്ങളാണെങ്കിലും പ്രിൻ്റ് മാധ്യമങ്ങളാണെങ്കിലും നമ്മൾ കാണുന്നത്. പല കാര്യങ്ങളും തമസ്കരിക്കുകയും മറ്റ് ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ ആഴ്ചകളോളം അതിലിട്ട് വട്ടം കറക്കുകയും മറ്റും ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഡെമോക്രസിയുടെ 4 പില്ലേഴ്സും ഇല്ലാതായി ഇനി 5ാമതൊരു പില്ലർ എന്ന് നമുക്ക് തോന്നുന്ന
ഒരെണ്ണം നമ്മുടെ വാട്സപ്പും നമ്മുടെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും പറയും. അവിടെയും ചില പരീക്ഷണങ്ങൾ ഞാൻ നടത്തി നോക്കി. അതിൽ കിട്ടിയ അനുഭവം വളരെ തിക്തമായ അനുഭവമാണ്. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ജോഷി ഇപ്പോൾ ഉയർത്തിയ അതുപോലെയുള്ള ഒരു കാര്യത്തിൽ കണ്ടത് മാക്സിമം 4-5 ആൾക്കാർ മാത്രം അതിൽ റെസ്പോണ്ട് ചെയ്യുന്നു. വളരെ ഉപരിപ്ലവമായിട്ട് എന്തെങ്കിലും പറഞ്ഞു വന്നാൽ ചിരിക്കാൻ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് പോകുന്നു. എല്ലാവരുടെയും ലൈക്കും അവരുടെ ഷെയറും കാര്യങ്ങൾ അത്തരത്തിൽ തികച്ചും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജനതയായിട്ട് നമ്മളെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും ഈ ജനാധിപത്യ പ്രക്രിയയും എല്ലാം മാറ്റി കളഞ്ഞു എന്നുള്ള ഒരു ഭാഗം ഒരു കാര്യം കൂടി അതിലേക്ക് ഉണ്ട്. ഇനിയും മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡേറ്റ കയ്യിലുണ്ട്. അതിനുള്ള ചില ഇടപെടലുകൾ അവിടെയും ഇവിടെയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അതൊരു പക്ഷേ കോർത്തിണക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിന്നാണ് കൺക്ലൂഡ് ചെയ്യാനുള്ളത്.